ആലപ്പുഴ കായംകുളം കൊറ്റുകുളങ്ങരയിൽ ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. മനീഷ് ആയിഷ മാത്യു ഉണ്ട് വിവരങ്ങൾ നൽകാൻ. മനീഷ്, ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നു വലിയ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? ശ്യാമിലി, ഇന്ന് രാവിലെ 7 മണിക്കാണ് കായംകുളം കൊറ്റുകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് ദേശീയപാതയിൽ ഈ അപകടമുണ്ടാകുന്നത്. LPG, അതായത് പാചകവാതകവുമായി വന്ന ഒരു ടാങ്കർ ലോറിയാണ് ഇത്തരത്തിൽ റോഡിൽ നിന്ന് സ്കിഡായി സമീപത്തേക്ക് മറിയുണ്ടായത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ളൊരു നിഗമനം. ഈ ഭാഗത്ത് റോഡ് പണി നടക്കുന്നതുകൊണ്ട് അത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ റോഡിലുണ്ടായിരുന്നു. എന്തായാലും വലിയ അപകടങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല. ഈ ഒരു വണ്ടി മാർജിനോട് ചേർന്ന് തന്നെയാണ് ഒരു ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ കുറച്ച് ആളുകൾ അതിന് അല്പസമയം മുമ്പ് വരെ പുറത്തുണ്ടായിരുന്നു. പക്ഷേ അവർ അല്പസമയം, അതായത് ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് അവർ അവിടെ നിന്ന് മാറി ഈ ഹോട്ടലിലേക്ക് ചായ കുടിക്കുന്നതിന് വേണ്ടി കയറി പോകുന്നത്. അല്ലായിരുന്നെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് ഒരു പക്ഷേ അപകടങ്ങളൊക്കെ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും പാചകവാതക വാഹനം മറിഞ്ഞു. ടാങ്കർ ഈ ലോറിയിൽ നിന്ന് വിട്ടു മാറുകയാണ് ചെയ്തത്. പിന്നീട് ഫയർഫോഴ്സ് സംഘം അവിടെ എത്തി. കായംകുളത്ത് നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം എത്തിയപ്പോൾ വാതക ചോർച്ച ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം കണ്ടെത്തി. തുടർന്ന് ഈ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഈ പാചകവാതകം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റി വാഹനം ഉയർത്തിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു അപകടം ഉണ്ടാവേണ്ടതായിരുന്നു. ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു ചോർച്ച എന്തിൻ്റെ തരത്തിലേക്കൊക്കെ മാറിയിരുന്നെങ്കിൽ. പക്ഷേ അങ്ങനെ അത്ര കാര്യമായ അപകടമൊന്നും ഉണ്ടായില്ല. വാഹനം മറിഞ്ഞു. ഡ്രൈവർക്ക് വളരെ അത്തരത്തിൽ പരുക്കുകളൊന്നും തന്നെ ഉണ്ടാകാതെയാണ് അപകടം അവസാനിച്ചത്. ശരി, മനീഷാണ് വിവരങ്ങൾ നൽകി.